സ്റ്റോറി ടൈം. ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു സ്റ്റോറി ടൈം വിത്ത് എസ്. ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കൊടിഞ്ഞിക്കാട്ടിലെ രാജാവ്. പണ്ട് കൊടിഞ്ഞിക്കാട് എന്നൊരു കാടുണ്ടായിരുന്നു. സിംഹങ്ങളില്ലാത്ത കാടായിരുന്നു കൊടിഞ്ഞിക്കാട്. അവിടെ ഡംബു എന്നൊരു കടുവ ഉണ്ടായിരുന്നു. അവന്റെ കുഞ്ഞായിരുന്നു ജങ്കു. അവന് എപ്പോഴും സംശയമാണ്. പക്ഷേ ഒരു ദിവസത്തെ അവന്റെ സംശയത്തിന് എന്ത് മറുപടി കൊടുക്കും എന്ന് ഡംബു കടുവയ്ക്ക് മനസ്സിലായില്ല. കാട്ടിലെ രാജാവ് സിംഹമല്ലേ? പക്ഷേ ഇവിടെ സിംഹമില്ലല്ലോ. അപ്പോൾ ഈ കൊടിഞ്ഞി കാട്ടിലെ രാജാവ് ആരാ അച്ഛാ? അതായിരുന്നു അവന്റെ സംശയം. ആലോചനയിൽ മുഴുകിയ അച്ഛൻ മറുപടി പറയാതായപ്പോൾ ജങ്കുവിന് ആനച്ചേട്ടനെ ഓർമ്മ വന്നു. എന്തൊരു വലുപ്പമാണ് ആനച്ചേട്ടന്! കൊടിഞ്ഞി വനത്തിൽ ഇത്രയും വലുപ്പമുള്ള വേറെ ആരും തന്നെയില്ല. പോരാത്തതിന് നല്ല ശക്തിയും. എത്ര വലിയ മരവും മറിച്ചിടാൻ ചേട്ടന് നിമിഷ നേരം മതി. ജങ്കു എന്തോ ആലോചനയിലാണെന്ന് മനസ്സിലായ ഡംബു കടുവ അവനെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറയാൻ തുടങ്ങി. മോനെ, നമ്മുടെ ഈ കൊടിഞ്ഞി വനത്തിൽ ഓരോ തരം മൃഗങ്ങൾക്കും ഒരു നേതാവുണ്ട്. ആനക്കൂട്ടത്തിന് ചിണ്ടനാനയും, കരടികൾക്ക് ചെമ്പൻ കരടിയും, കടുവകൾക്ക് ഞോണും, കുരങ്ങുകൾക്ക് ചിങ്ങനും. എന്നാൽ എല്ലാവർക്കുമായി ഒരു രാജാവില്ല. നമുക്ക് ആനച്ചേട്ടനെ രാജാവായി തെരഞ്ഞെടുത്താലോ അച്ഛാ? ശരി കുഞ്ഞെ, കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും നമുക്ക് വിളിച്ചു കൂട്ടാം. എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ചിണ്ടനെ രാജാവാക്കാം. എന്നാൽ ഡംബു കടുവയ്ക്ക് ചിണ്ടനാന രാജാവാകുന്നതിനോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ആനയേക്കാൾ എത്രയോ ചെറുതായ സിംഹം കാട്ടിലെ രാജാവാണെങ്കിൽ തനിക്കും ഈ കൊടിഞ്ഞിക്കാട്ടിലെ രാജാവാകാം. അതായിരുന്നു ഡംബു കടുവയുടെ ചിന്ത. തന്റെ ആഗ്രഹം മറ്റാരും അറിയരുതെന്ന് ഡംബുവിന് നിർബന്ധമുണ്ടായിരുന്നു. അവൻ രഹസ്യമായി നീലൻ കുറുക്കനെ കൊണ്ട് താൻ രാജാവായ തന്റെ രാജകീയ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് കുറുക്കന് ഉള്ളതാണ് എന്ന് ഉറപ്പുകൊടുത്തു. എന്ന് മാത്രവുമല്ല, താൻ രാജാവായില്ലെങ്കിൽ ഈ വനത്തിലെ മൃഗങ്ങളെ താൻ ഒരു പാഠം പഠിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കുറുക്കൻ മൃഗങ്ങളെയെല്ലാം വേണ്ട പോലെ കണ്ടു. കാട്ടിലെ മൃഗങ്ങളെല്ലാം കൊടിഞ്ഞിപ്പുഴയുടെ കരയിൽ ഒത്തുകൂടി. ജങ്കു കടുവയും കൂട്ടുകാരും ചിണ്ടനാനയെ രാജാവാക്കണമെന്ന് പറഞ്ഞെങ്കിലും അതിനെ മറ്റാരും അനുകൂലിച്ചില്ല. അങ്ങനെ ഡംബു കടുവ രാജാവുമായി, കുറുക്കൻ മന്ത്രിയുമായി. അക്കൊല്ലം മഴക്കാലം നേരത്തെ എത്തി. ഇടിയും മഴയും കൊടുങ്കാറ്റും കാടിനെ ഇളക്കി മറിച്ചു. 3 ദിവസം നിർത്താതെ മഴ പെയ്തു. കൊടിഞ്ഞിപ്പുഴ നിറഞ്ഞ് വനത്തിൽ വെള്ളം പൊങ്ങാൻ തുടങ്ങി. മാളങ്ങളിൽ ഒക്കെ വെള്ളം കയറി. മുയലും ചെറുമൃഗങ്ങളും വെള്ളത്തിൽ മുങ്ങി താന്നു. അവർ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. മരങ്ങളിൽ രക്ഷ തേടി കുരങ്ങന്മാരും കരടികളുമൊക്കെ ആടി ഉലയുന്ന മരങ്ങളിൽ നിന്ന് പിടിവിട്ട് വെള്ളത്തിൽ വീണ് കരയാൻ തുടങ്ങി. ആപത്തിൽപ്പെട്ട മൃഗങ്ങളെ രക്ഷിക്കേണ്ട രാജാവ് ആ സമയം തന്റെ കുടുംബവുമായി രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. തന്റെ കൂട്ടുകാരെ അച്ഛൻ രക്ഷിക്കില്ല എന്ന് മനസ്സിലായതും ജങ്കു കടുവ ചിണ്ടൻ ചേട്ടനെ ഉറക്കെ വിളിച്ചു. ആനക്കൂട്ടം ചിണ്ടന്റെ നേതൃത്വത്തിൽ ഓടിയെത്തി. മുങ്ങിത്താഴുന്ന മൃഗങ്ങളെ തുമ്പിക്കൈയിൽ എടുത്ത് ആനയുടെ പുറത്തു വെച്ചു. അതിൽ ചെമ്പൻ കരടിയും നീലൻ കുറുക്കനും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും രക്ഷിക്കുന്നതുവരെ പല പ്രാവശ്യം ചിണ്ടനും കൂട്ടുകാരും മല കയറി. അവസാനം മഴയും കാറ്റുമൊക്കെ അവസാനിച്ചു. കാട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി. കൊടിഞ്ഞിപ്പുഴ സാധാരണ നിലയിലായി. മൃഗങ്ങളെല്ലാം മല ഇറങ്ങി കൊടിഞ്ഞിപ്പുഴയുടെ തീരത്ത് ഒത്തുകൂടി. ചെമ്പൻ കരടി ചിണ്ടനാനയുടെ മുന്നിൽ വന്നു നിന്നു. എന്നോട് ചിണ്ടനാന ക്ഷമിക്കണം, ചെമ്പൻ കരടി സങ്കടത്തോടെ പറഞ്ഞു. മറ്റു മൃഗങ്ങളും ഇത് ആവർത്തിച്ചു. ഇതെല്ലാം കണ്ട ഡംബു കടുവ ലജ്ജിച്ച് തല താഴ്ത്തി. ഡംബു കടുവ പറഞ്ഞു, ഇനി മുതൽ ചിണ്ടൻ തന്നെ കൊടിഞ്ഞിക്കാട്ടിലെ രാജാവ്. മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെ അത് സമ്മതിച്ചു. പക്ഷേ ആ നിർദ്ദേശം ചിണ്ടന് സമ്മതമായിരുന്നില്ല. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, കൂട്ടുകാരെ, നമ്മളെല്ലാവരും സ്നേഹത്തോടെയും പരസ്പര ബഹുമാനത്തോടെയുമാണ് കഴിഞ്ഞിരുന്നത്. നമ്മൾ കൂട്ടുകാർക്കിടയിൽ രാജാവെന്നും പ്രജയെന്നുമുള്ള വേർതിരിവുകളുടെ ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാം ചിണ്ടൻ ചേട്ടനായിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഇത് കേട്ടതും ഡംബു കടുവ പറഞ്ഞു, നമുക്ക് ഈ കാട്ടിൽ സന്തോഷത്തോടുകൂടി കഴിയാം. പിന്നീടുള്ള കാലം അവരെല്ലാവരും സന്തോഷത്തോടെ കാട്ടിൽ ജീവിച്ചു. ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂട്ടുകാർക്ക് കഥകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത കഥയിൽ വീണ്ടും കാണാം.